ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഇതേ നമ്മൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ഉറക്കണീറ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അടുക്കളയിൽ കയറിയേക്കാണ് കേട്ടോ. നാക്കൊടക്കുന്നു. അപ്പോൾ ചായ വെച്ചിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ഷെടാ മൊത്തത്തിൽ ഉടക്കാണല്ലോ. അപ്പോൾ ചായ വെച്ചിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ ആരോഗ്യത്തിന് ഹാനികരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കാനും നിങ്ങളിത് കുടിക്കരുത്, ഞാനിതൊരു ലഹരി പോലെ അഡിക്റ്റ് ആയിപ്പോയി. അപ്പോൾ തന്നെ നമ്മുടെ നാനൂട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ചായ വേണമെന്ന് പതിവില്ല. ഞാൻ വെറുതെ അവനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ തീർന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ചായ കൊടുക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് തലേദിവസം തിളപ്പിക്കാൻ വെച്ച അരി എടുത്തിട്ടൊന്ന് ഒന്നുകൂടെ നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിൽ തിളപ്പിച്ച് വിസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്ന് പ്രശ്നമാണല്ലോ, നാക്ക് കുഴയുന്നു. അങ്ങനെ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ, ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളിന്ന് ദൊഡ്ഡലി സാമ്പാറുമാണ്. അപ്പം ദൊഡ്ഡലിയുടെ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേ അരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പതഞ്ഞ് പൊങ്ങുന്നു. അപ്പോൾ ദേ അത് ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡലി അങ്ങോട്ട് ഇഡലി തട്ടിലിട്ട് കോരി ഒഴിക്കണം, അങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇഡലിമാവ് എന്ത് രസമുണ്ടല്ലേ, ഇഡലിമാവ് കോരി ഒഴിക്കുന്നു. ഇഡലിമാവല്ല, ഇഡലിമാവ് ഷെടാ, ഇഡലിമാവ് കോരി ഒഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉലുവ മീനാണ്. ഈ മീനിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേര് പറയുന്നത് അറിഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് സാമ്പാർ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ദൊഡലി ശരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇളക്കിയിടുകയാണേ. ഇതിനിടയ്ക്ക് നമുക്ക് തോരൻ വെക്കണം. അതിന് നീളമുള്ള പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പട്ടിഷ ഞങ്ങൾ കണ്ട്. പിന്നെ നേരെ പയറരിയാണേ. അപ്പോൾ രാവിലത്തെ റൊട്ടീനാണ് അനുഷ്ഠിക്കുന്നത്. സ്കൂളിൽ ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ മീൻ ഇന്ന് ഐസ് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊക്കെ സിങ്കിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ പറയുന്നത് ഉലുവ മീൻ എന്നാണ്. ചില ആളുകളൊന്നും ഇത് കഴിക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ഈ തൊലി ചേര പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, ചേരയുടെ തൊലി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കുറച്ച് പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാർ, തോരൻ, മീൻ പൊരിച്ചത്, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ഇത്രയും കൂടെ ആക്കിയിട്ട് അനുഷ്ഠയുടെ ലഞ്ച് ബോക്സ് നമ്മളങ്ങ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്നത് അനുഷിക പോയതിന് ശേഷമായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലെ സെറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്നാക്സിന് ഞാനൊരു ഒരു സാധനം ഇവിടെ തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അങ്ങനെ ലഞ്ച് ബോക്സ് സെറ്റാക്കി ഇവിടെ ഓടി കിടന്ന് അനുഷിക വിളിച്ചിട്ട് പറഞ്ഞു സ്കൂളിൽ പോകാൻ വെച്ചേന്ന്, അങ്ങനെ കൊടുത്തു വിട്ടു. അത്രയും